ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക് വിത്ത് ഫൈന ജോൺ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് കുക്കിംഗ് ചാനൽ അല്ലേ, പിന്നെ എന്താണ് ഇതിൽ ട്രാവൽ വീഡിയോ? ആക്ച്വലി അന്ന് എനിക്ക് വേറെ പേരൊന്നും സജസ്റ്റ് ചെയ്യാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു പേരാണ് ഈ കുക്ക് വിത്ത് ഫൈന ജോൺ. ആക്ച്വലി ഇത് കുക്കിംഗ് ചാനൽ മാത്രമല്ല, കുക്കിംഗ് വീഡിയോസ് മാത്രം അയക്കത്തില്ല ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ട്രാവൽ വീഡിയോ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറയൂരിലേക്കാണ്. മറയൂർ ദ മിസ്റ്റി റേഞ്ച് റിസോർട്ട്. ഇന്നും ഇവിടുത്തെ ടെമ്പറേച്ചർ 18 ഡിഗ്രീസ് ആയിരുന്നു. പോണ വഴിക്കൊക്കെ നല്ല മിസ്റ്റി ആയിരുന്നു, ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദ മിസ്റ്റി റേഞ്ച് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ നമ്മളുടെ ഒരു സെക്കൻഡ് സ്റ്റേ ആണ്. 2 years ബാക്ക് ഇവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി കുറച്ചുകൂടി ന്യൂ ആയിരുന്നു. പിന്നെ ഇവിടെ തന്നെ തിരിച്ചു വരാൻ കാരണം ഈ പ്ലേസ് അത്ര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ പ്രോപ്പർട്ടി മിസ്റ്റി റേഞ്ച് റിസോർട്ട് എന്നുള്ളൊരു പേര് ഈ റിസോർട്ടിന് ആരോ അറിഞ്ഞിട്ട പോലെ തോന്നും. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും മിസ്റ്റി ആയിട്ടേ ഞാൻ ഈ റിസോർട്ട് പോയപ്പോഴൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ റൂമെല്ലാം പ്രീ ബുക്ക് ചെയ്തുകൊണ്ടിട്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നിതിൻ റിസപ്ഷനിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. പിന്നെ നമ്മൾ വന്നില്ലേ, അപ്പോൾ കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ റിസപ്ഷൻ. നോർമലി എല്ലാ റിസോർട്ടിലും ഇൻസൈഡ് ആയിരിക്കും റിസപ്ഷൻ വരുന്നത്, പക്ഷേ ഇവിടെ ഔട്ട്സൈഡാണ് റിസപ്ഷൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. 2 years ബാക്ക് നമ്മൾ സ്റ്റേ ചെയ്ത സെയിം റൂം തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. മമ്മി ഉണ്ടായിരുന്നു കൂടെ, പക്ഷേ ഇന്ന് മമ്മി വന്നില്ല. ഇത് ആക്ച്വലി ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. ആക്ച്വലി റൂം ഞാൻ കണ്ടപ്പോൾ കുറച്ചൊന്ന് ഞെട്ടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഇറ്റ് വാസ് സോ ക്ലീൻ. പക്ഷേ ഇത്തവണ വന്നപ്പോൾ വാൾസ് ഒക്കെ കുറച്ച് ഡേർട്ടി ആയിരുന്നു. ഞാൻ ഓർത്ത് ദൈവമേ ഇത് എന്ത് പറ്റി. ജോനെ റൂം ടൂർ കാണിക്കാനുള്ള തിരക്കിലാണ്. വാഷ്റൂം ഒക്കെ നല്ല ക്ലീൻ ആയിരുന്നു, പക്ഷെ വാൾസ് ഒക്കെ ഡേർട്ടി ആയിരുന്നു. ഈവൻ ദ കർട്ടൻസ് വർ ഡേർട്ടി. ആൻഡ് എന്താ ചെയ്യുക, ഇത് നമ്മൾ ചോദിച്ചു വാങ്ങിയ റൂമാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ ഇത് ഇവരുടെ മാത്രം മിസ്റ്റേക്ക് അല്ല, ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാണ്. നമ്മളൊരു പ്രോപ്പർട്ടി സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ പ്രോപ്പർട്ടി ക്ലീൻ ആയിട്ട് വെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി. എല്ലാവർക്കും അത് ഉണ്ടാവണം എന്നില്ല, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുന്നേ വന്നപ്പോൾ രാത്രിയൊക്കെ ആനയുടെ ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. നിതിനൊക്കെ നല്ല ഉറക്കമായിരുന്നു, പക്ഷെ ഞാൻ കേട്ടു. ജോനെല്ലാം ആദ്യമായി കാണുന്ന പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ മിസ്റ്റി. ഞങ്ങൾ കുറച്ച് ടയേർഡായിരുന്നു, അപ്പോൾ ഞങ്ങൾ ഓർത്ത് കുറച്ച് നേരം ഉറങ്ങാം, ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എവിടെയെങ്കിലും പോകാമല്ലോ ഓർത്തു. ജോണിക്ക് സ്റ്റേക്കേഷനിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ കോസി ബെഡ്. എന്നോട് എപ്പോഴും പറയും നമുക്ക് ഇതുപോലത്തെ ബെഡ് മതി വീട്ടിൽ. പിന്നെ ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആവാൻ കാരണം ഞാൻ ഓൾറെഡി ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഹാഫ് മാത്രമേ അതിൽ സേവ് ആയിട്ടുണ്ടായുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല. ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വയ്യായിരുന്നു, പനിയായിരുന്നു. ഇപ്പം എല്ലാം മാറി. അതാണ് 2 ഡിഫറെൻറ്റ് സൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെ ഈവനിങ് ആയപ്പോൾ എണീറ്റു. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ജോന് ഫുൾ വീഡിയോ റെക്കോർഡിങ്. ജോനക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജോണിന്റെ ഫേവറേറ്റ് സുലൈമാനി ഉണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇതിന്റെ ഫോൺ കുറച്ചു നേരത്തേക്ക് നോക്കണ്ട, ഫുൾ റെക്കോർഡിങ് ആയിരിക്കും. തന്നെ ഓ ആണോടോ, ചൂടുണ്ടാ, കൊള്ളാവോ, യമ്മിയാണോ, യമ്മി ടീ ആണോ? ഇതേ വിശക്കുണ്ടോ, വിശക്കുണ്ടോ? എന്ത് വേണം? ഇപ്പൊ മോർണിംഗ് ആയിട്ടില്ല, ഈവനിങ് 6 o'clock. മോർണിംഗ് അല്ല. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു ഒന്ന് വെറുതെ പുറത്തു പോവാം. മഴയുണ്ടായിരുന്നു, എന്നാലും ഇവിടെ ബോറടിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതി മറയൂരില് ടൗണിൽ പോകാമെന്ന് ഓർത്തു. മെയിൻ ആയിട്ട് പോകുന്നത് നമ്മുടെ മറയൂർ ശർക്കര വാങ്ങിക്കാനാണ്. എനിക്ക് ഇവിടുത്തെ ശർക്കര ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ അവിടെയും കിട്ടും, പക്ഷേ അത് അത്ര ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുവിധം ജോനെ കാർ സീറ്റിലേക്ക് ഇരുത്തി നമ്മൾ ടൗണിലേക്ക് പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ എങ്ങാനും രാത്രി വിശന്നാൽ കഴിക്കാനായിട്ട് കുറച്ച് ചിപ്സും വാങ്ങിക്കാനെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ ചിപ്സും
ശർക്കരയും ഈ ഷോപ്പിൽ നിന്ന് തന്നെ ആട്ടോ വാങ്ങി. ഇവിടെ രണ്ടും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ചിപ്സും പിന്നെ കുറച്ച് ശർക്കരയും വാങ്ങി. എനിക്ക് ഈ യെല്ലോ ചിപ്സിനെക്കാളും ഇഷ്ടം ഇതുപോലത്തെ റെഡ് ചിപ്സ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പെട്രോൾ പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ചു. അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു ഷോപ്പ് കണ്ടത്, ലൈവ് ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ അവിടെ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നേരെ നമ്മൾ ഷോപ്പിലേക്ക് കയറി. ഇത് ആക്ച്വലി റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു ഷോപ്പാണ്. അവരെല്ലാ തിങ്സും എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ്ലി എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാം ചെയ്യുന്നതേ ഉള്ളൂ. ചോക്ലേറ്റ്സ് വാങ്ങിക്കാനാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് പോയത്. പക്ഷേ പോയപ്പോൾ തന്നെ ജോനെ കണ്ടത് ജെല്ലീസ് ആണ്. ജെല്ലീസ് ജോനയുടെ ഫേവറേറ്റ് ആണ്. പക്ഷെ ഞാൻ അധികം വാങ്ങിക്കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ് കളറാണ്. ഒരു ഹോം ബേക്കറിന് അറിയാം ഈ കളേഴ്സ് ഇത്രയും ബ്രൈറ്റ് ആവണമെങ്കിൽ അതിൽ എത്ര കളർ ആഡ് ചെയ്താൽ മാത്രമേ കളേഴ്സ് ഇത്രയും ബ്രൈറ്റ് ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കളർ കേക്ക്സ് ഒന്നും അധികം ആർക്കും റെക്കമെൻഡ് ചെയ്യാറുമില്ല. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ജോനിക്ക് ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കി, പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ അവന് വലിയായിട്ട് ഇഷ്ടമായില്ല. അവിടെ ആക്ച്വലി കോമ്പൗണ്ടും ഉണ്ടായിരുന്നു, കോച്ച് ചോക്ലേറ്റും ഉണ്ടായിരുന്നു. എനിക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ കൊടുത്തു. അപ്പോൾ അവന് വലിയ ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് പിന്നെ അവിടെ നിന്ന് വാങ്ങിയില്ല. ചോക്ലേറ്റ്സ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് കൊടുത്ത ചോക്ലേറ്റ് കിട്ടിയ ഗ്യാപ്പിലിരുന്ന് കഴിക്കണ്ടായിരുന്നു. പക്ഷെ അവനോട് ചോദിച്ചു ഞാൻ വേണമെന്ന്, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെയും ജെല്ലിയുടെ ഫ്രണ്ടിൽ നിന്ന് മാറാണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ കളറില്ലാത്ത കുറച്ച് ജെല്ലി മാത്രം വാങ്ങി നമ്മൾ പിന്നെ ഷോപ്പിനകത്തേക്ക് പോയി. എനിക്ക് ഇതുപോലത്തെ ഷോപ്സ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻട്രൻസിൽ തന്നെ നോക്കുമ്പോൾ ഞാൻ ഇത് കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇത് ആക്ച്വലി നമ്മളുടെ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഞാനിത് വാങ്ങിക്കാൻ പോകുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. അങ്ങനെ ഞാനിത് 2 എണ്ണം വാങ്ങി. റീസണബിൾ റേറ്റ് ആയിരുന്നു. ഈ റേറ്റ് തന്നെയാണ് നമ്മളുടെ അവിടെ ഒക്കെ ഉള്ളത്. പിന്നെ ഈ ഷോപ്പിൽ ഒത്തിരി കാണാനുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട്. ഞാനെല്ലാം പയ്യെ കാണിച്ചു തരാം. ഇതുപോലത്തെ വുഡൻ ട്രേ, പിന്നെ ചന്ദനത്തിരി കത്തിക്കുന്ന സ്റ്റാൻഡ്, പിന്നെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ ബാഗ്സ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ജോനനെയും ഇതിനെയും കാണണില്ല. ആ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്സിന്റെ ഫ്രണ്ടിൽ നിൽക്കണേനെ നോക്കുമ്പോൾ എന്താ ബെസ്ലിക്ക ആക്ച്വലി നമ്മളുടെ പാരിഷാണ്. ഇത് ഞാൻ ഫോർട്ട് കൊച്ചിയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഫോർട്ട് കൊച്ചിയിൽ ഇതുപോലത്തെ ഷോപ്സിലൊന്നും നമ്മൾ വിസിറ്റ് ചെയ്യുന്നതൊക്കെ കുറവാണ്. ഞങ്ങൾ ഒരു ബെസ്ലിക്ക അവിടെ നിന്ന് വാങ്ങി. ജോനയുടെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് ഒരെണ്ണം വാങ്ങി. പിന്നെ അവിടെ കുറേ ഇതുപോലെ മസാലാസ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ടിൻസ് ഉണ്ടായിരുന്നു. ഞാൻ വുഡൻ തിങ്സ് അധികം വാങ്ങിക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റ് വേറെ ആയതുകൊണ്ട് ഫംഗസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് വുഡൻ തിങ്സിന്. പിന്നെ നോക്കുമ്പോഴാണ് ഇവിടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ടീ, കോഫി എല്ലാം അവൈലബിൾ ആണ്. ചോക്ലേറ്റ് ടീ, ജിഞ്ചർ ടീ, പിന്നെ ശംഖുപുഷ്പം ടീ ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം, പിന്നെ വെറൈറ്റീസ് ഓഫ് മസാലാസ്. നമ്മളുടെ അവിടെ കാണാത്ത ടൈപ്പ് മസാലാസ് ഞാൻ ഇവിടെ കണ്ടു. ഇതെന്താന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇത് ബിരിയാണിയിലൊക്കെ ഇടുന്നതാണെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. മസാലാസ് മാത്രമല്ല ഇവിടെ കോസ്മെറ്റിക്സും അവൈലബിൾ ആണ്. ഇതുപോലത്തെ സീറംസ് ഉണ്ടായിരുന്നു, പിന്നെ കുറെ ക്രീംസ്, ലോഷൻസ്, ഇതൊക്കെ അവൈലബിൾ ആയിരുന്നു. എല്ലാം ഓർഗാനിക് ആണെന്നാണ് അവർ പറഞ്ഞത്. ഇതെല്ലാവരും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ അവിടെ വഴിയിലൊക്കെ ഇത് സെയിൽ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒരു കുപ്പി വാങ്ങി, എങ്ങാനും മുടി വളർന്നാലോ എന്ന് ഓർത്തിട്ട്. പിന്നെ അവിടെ നല്ല ഓർഗാനിക് ഹണിയൊക്കെ ഉണ്ടായിരുന്നു. ചെറുതേനൊക്കെ പ്യോർ ചെറുതേനാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടീ ഉണ്ടായിരുന്നു. മിൻറ്റ് ടീ, വെനില, ലെമൺ, ജിഞ്ചർ ടീ, ഇതെല്ലാം നല്ല റീസണബിൾ റേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ബില്ല് ചെയ്യാൻ പോയപ്പോഴാണ് ഒരു സാധനം കണ്ടത്, വെനീല ബീൻ ഞാൻ ഇവിടെ ഭയങ്കര റെയർ ആയിട്ടാണ് കണ്ടേക്കുന്നത്. ആക്ച്വലി നമ്മൾ കേക്ക്സിലൊക്കെ വെനീല എസൻസ് ആയിരുന്നത്, പക്ഷെ കുറച്ചുകൂടി നല്ലത് വെനീല ബീൻ ആണ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, അതുകൊണ്ട് അത് ആരും അങ്ങനെ വലുതായിട്ട് പ്രിഫർ ചെയ്യില്ല. എല്ലാവരും വെനീല എസൻസ് തന്നെ യൂസ് ചെയ്യുള്ളൂ. കേക്ക്സിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ബിൽ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ നമ്മൾ പോയത് റൂമിലേക്കാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് ഓർത്തു. ഡിന്നറിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ്, ബട്ടർ ചിക്കൻ, പിന്നെ ഇതിന്റെ ഫേവറേറ്റ് പൊറോട്ട. അപ്പൊ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. എന്നിട്ട് പയ്യനെ അവിടെ നിന്ന് ഇറങ്ങി റൂമിൽ പോയി കിടന്നുറങ്ങി. ഫുഡെല്ലാം നല്ല യമ്മി ആയിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം കാലത്തായപ്പോൾ ഞങ്ങള് എണീറ്റു, ഫ്രഷപ്പായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇതാണ് റെസ്റ്റോറൻറ്റിലേക്കുള്ള വേ.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ഈ വേ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. രാത്രി എനിക്കിത് വരെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് സ്ലിപ്പറി ആയിരുന്നു. അതുകൊണ്ടാണ് ജോനനെ ഭയങ്കര കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകണത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ജോനയ്ക്ക് അപ്പോൾ കോൺഫ്ലെക്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിക്കട്ടെ എന്ന് ഓർത്തു. ഇതിന് പുട്ടും കടലയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ദോശ പിന്നെ സാമ്പാർ. ഇവിടുത്തെ ഫുഡെല്ലാം ഭയങ്കര യമ്മിയാണ് കേട്ടോ. നിതിന് ഇവിടുത്തെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. നിതിന് അങ്ങനെ പുട്ട് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ഇവിടുത്തെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നിതിൻ പുട്ടാണ് കഴിച്ചത്. ഞാൻ കഴിച്ചത് ദോശയാണ്. പിന്നെ ഓംലെറ്റും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ജോൻ എന്ത് ഗുഡ് ബോയ് ആയിട്ടാണെന്നറിയോ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ വാളിലെല്ലാം മറയൂരിലെ തീം വെച്ചിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നു, ഐ മീൻ ഡ്രോയിങ്സ് ആയിരുന്നു ചെയ്ത് വെച്ചത്. കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന് 11 o'clock ചെക്ക് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനിയും കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്കിന് പോയി. പിന്നെ നിങ്ങളെ ഇവിടെ നിന്ന് കാണിച്ചു തരാമല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ നിതിനെ കാണുന്നില്ല. നിതിൻ അവിടെ പോയി നിൽക്കണുണ്ടപ്പോൾ ഞാൻ അവിടുത്തെ ഇനി വല്ല ആനയും. പക്ഷേ ഞങ്ങൾ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ നിതിൻ ആക്ച്വലി അവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് ഓർത്തു. അധികം ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല. റിസപ്ഷൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാമെന്ന് ഓർത്തു. പിന്നെ പോകുന്ന വഴിക്ക് ഇവിടുത്തെ വ്യൂ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു. ഇവിടെ ആക്ച്വലി ഒത്തിരി റൂംസ് ഒന്നും ഇല്ല. പക്ഷേ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ ഒരു ക്യാമ്പ് ഫയറും അറേഞ്ച് ചെയ്ത് തരും. പിന്നെ പ്ലേ ഏരിയ മുന്നേ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായോ അതുപോലെ തന്നെയായിരുന്നു. മഴ പെയ്തുകൊണ്ട് കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ജോൻ ഇതിലെല്ലാത്തിലും കളിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവന് ഓർമ്മയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ഇവിടെ ഉണ്ടെന്ന്. വന്നപ്പോൾ മുതൽ പറയുകയാണ് അവിടെ പോകണം എന്ന്. അങ്ങനെ എല്ലാം കണ്ടപ്പോൾ ജോനിക്ക് ആകെ കൺഫ്യൂഷനായി. ഏതിൽ കയറണം? ഈ വാട്ടറിൻ്റെ ഈ പ്ലേസിൽ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ ആക്ച്വലി ഗാർഡ് ഉണ്ട്. പക്ഷെ ആ ചേട്ടനെ കണ്ടില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് കയറാൻ പറ്റില്ല. വേറെ എല്ലാത്തിലും നമുക്ക് കയറാം. അങ്ങനെ ജോനെ കുറച്ചു നേരം കളിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാനും ഇതിന് അവിടെ ഇരുന്നു. ജോൺ ഡേ പോയി. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയാം. ഇതിന് ഞങ്ങൾക്ക് എപ്പോഴും ഇതുപോലെ കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും ജോനയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിനെപ്പോഴും ഭയങ്കര ബിസി വർക്കായി നടക്കുന്ന ഒരാളാണ്. അങ്ങനെ കുറച്ചു നേരം ജോനനെ അവിടെ കളിപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. റിസപ്ഷന്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് വേറൊരു ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊന്ന് വെറുതെ കയറിയതാണ്. അപ്പോൾ ഇന്നലെ വാങ്ങിയ തിങ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഈ തിരിയുടെ സ്റ്റാൻഡ് എൻ്റെ അടുത്തുണ്ട്. ഇത് ഞാൻ പണ്ട് ഊട്ടി പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് എക്സ്പെൻസീവ് ആണോ എന്നോർത്തിട്ട് ഞാൻ വാങ്ങിയില്ല. ഇവിടെ ഇതിലും ചീപ്പായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ കണ്ടത് നമ്മുടെ മുള വെച്ചുണ്ടാക്കിയ പുട്ടൂറ്റി ഉണ്ടായിരുന്നു. അതെനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പുട്ടുണ്ടാക്കൽ വളരെ കുറവായതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഇതുപോലെ തന്നെ ഫംഗസും വരും. അപ്പോൾ ബിരിയാണിയൊക്കെയും ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ ഇത് ഫംഗസ് വരുന്ന ഒരു ഇഷ്യൂ കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഇതുപോലെ 3 monkeys, പിന്നെ വരയാട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെയായിട്ട് ഒരു കുട്ടി ട്രീ ഹൗസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മേളിൽ കയറാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കയറിയില്ല. പക്ഷെ നിതിൻ കയറിയായിരുന്നു. പിന്നെ അവിടുത്തെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കുന്ന കിളീനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോണിക്ക് ഇപ്പം തന്നെ അത് വർക്ക് ചെയ്യണ്ടാന്ന് നോക്കണം. അങ്ങനെ അവിടെ അടുത്തുണ്ടായിരുന്നു ഒരു പൈപ്പിൽ നിന്ന് ഞങ്ങൾ വെള്ളമൊക്കെ നിറച്ച് അത് വർക്ക് ചെയ്യണ്ടാന്ന് നോക്കാൻ ജോണിക്ക് കൊടുത്തേ. അയ്യോ ജോണ്ടിക്കിളി മാറി നിതീഷ് ബാബ പ്ലേസ് കണ്ടുപിടിക്കാന്നും പറഞ്ഞ് കൊണ്ടുപോയത് ആക്ച്വലി നിതിന് കളിക്കാനായിരുന്നു.
ഇതെങ്ങനെയാണ് കേട്ടോ, എന്ത് ടോയ് ജോണിക്ക് വാങ്ങിയാലും അത് അപ്പൊ തന്നെ നിതിൻ അത് യൂസ് ചെയ്ത് കുറെ നേരം കളിച്ചിട്ട് മാത്രമേ ജോണിക്ക് കൊടുക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ കിളീനെ വെച്ച് കളിച്ചിട്ട് നമ്മൾ എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി പോയി. നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ടൈമായി. അങ്ങനെ ഇത് ജോനയുടെ ബാഗ് ഉണ്ടോ, സ്പൈഡർമാൻ ബാഗ്. ഇതെൻ്റെ ഫ്രണ്ട് അഫ്രിൻ തന്നതാണ്ടോ. ഇതാണ് ഇപ്പൊ ജോനയുടെ ട്രാവൽ ബാഗ്. ഫേവറേറ്റ് ബാഗാണ് ഇത് ജോനയുടെ. ജോണ്ടി സാഡാണ് ഇവിടെ നിന്ന് പോണോണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ചിന്നാർ ആനമലൈ റൂട്ടിൽ കൂടിയാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ വഴിയിലൊന്നും ആരും ഉണ്ടായില്ല. ഇവിടെ ആരും ഉണ്ടാവാറില്ല. പിന്നെ ഇവിടെ വഴിയിലൊന്നും വണ്ടി നിർത്തരുത്, കുറെ ആനിമൽസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ നമ്മൾ ആരെയും കണ്ടില്ല. ഒരാനനെങ്കിലും കാണും എന്ന് പ്രതീക്ഷ വന്നത്, പക്ഷെ നമ്മൾ ആരെയും കണ്ടില്ല. കുറച്ച് കുരങ്ങന്മാർ മാത്രമേ കണ്ടുള്ളൂ, കുറച്ച് മങ്കീസിനെ. ബാബ മങ്കി എന്റെ ബാക്കിൽ ഉണ്ട് ചോട്ടാ കൊറേ. എന്റെ ബാക്കിൽ കുറെ ഉണ്ട്. മമ്മ മങ്കി ബേബി മങ്കി ബാക്കിൽ ഇരിക്കണ്ട തന്നെ. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് ഒക്കെ കവർ ചെയ്തു. ആനമലൈ ടൈഗർ റിസർവ് ആ വഴി കൂടിയാട്ടോ നമ്മൾ പോകുന്നേ. കണ്ടോ, ഇവിടെ ഇതുപോലെ വാർണിംഗ് സൈനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരെയും കണ്ടില്ല. പിന്നെ വരുന്ന വഴിക്ക് ഒരു മയിലിനെ കണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് കാളവണ്ടികളുണ്ട്. കുറച്ചല്ല കേട്ടോ, ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ഓരോരോ സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ ഗ്യാങ് ആയിട്ട് പോകണ കുറേ ആൾക്കാരെ കാണാൻ പറ്റി. അങ്ങനെ കുറച്ച് ദൂരം കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ബിരിയാണി കഴിക്കാമെന്നോർത്ത് ഞങ്ങള് ടൗൺ എത്തുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ജോനിക്കും ബിരിയാണി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണി എന്നെ കഴിക്കാമെന്നോർത്തു. അങ്ങനെ ഞങ്ങൾ ടൗൺ എത്തി. ടൗൺ എത്തിയപ്പോൾ അവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉടുമൽപേട്ടിലുള്ള ഹരണി റെസ്റ്റോറൻറ്റ്, ഇവിടെയാണ് ഹരണി മെസ്. ഇവിടെ ആട്ടോ നമ്മൾ കയറിയത്. ആൻഡ് ഈ ബിരിയാണിയാണ് പറഞ്ഞിരുന്നത്. ബിരിയാണി ആക്ച്വലി ഭയങ്കര യമ്മി ആയിരുന്നു, ഭയങ്കര ഫ്ലേവർഫുൾ ആയിരുന്നു. ആ റൈസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയില്ലേ. പിന്നെ ഇതിൽ 1 പീസ് ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും മസാലയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ജോൺ ഇത് കഴിക്കുമോയെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ സാലഡും ഉണ്ടായിരുന്നു. ഭയങ്കര യമ്മി ആയിരുന്നു കേട്ടോ. ജോൺ അധികം കഴിച്ചില്ല. ജോനക്ക് ഇത്ര ഫ്ലേവറുള്ള ബിരിയാണിനോട് വലിയ ഇഷ്ടമല്ല. ജോണിക്ക് കൊച്ചി സ്റ്റൈൽ ബിരിയാണിയാണ് ഇഷ്ടം. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കുറച്ചൊക്കെ ജോണിനെ കഴിപ്പിച്ചു. ചിക്കനെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നേ. ആക്ച്വലി ഞാൻ ലെഗ് പീസ് കഴിക്കാറില്ല. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് എവിടെ പോയാലും ലെഗ് പീസേ കൊണ്ട് തരത്തുള്ളൂ. അങ്ങനെ ഞാൻ ജോനിക്ക് കൊടുത്ത്. ജോനയ്ക്ക് വലിയ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബിരിയാണി അടിപൊളിയായിരുന്നു. ഞങ്ങളത് ഫുള്ള് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് പാലക്കാടിലേക്കാണ്. ഉറങ്ങിക്കോട്ടെ. മാറ്റി കാർ ഓടിക്കാൻ നിർത്തിക്കോ. ഉറങ്ങിക്കോ. മസാല സാർ ഓടിക്കണോ? വേണ്ട, നമുക്ക് പോവാം. ചോണ്ടയ്ക്ക് വേണ്ടെന്ന്. വേണോ അതെനിക്ക്? എവിടെ എത്തിയിട്ടില്ല. ജോനയ്ക്ക് ആക്ച്വലി ട്രിപ്പ് മതിയായി. അതാണ് ഈ എക്സ്പ്രഷൻ. പോണ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തിരിച്ചു വരുമ്പോ ഉണ്ടാവില്ല. തിരിച്ച് കുറച്ച് കഴിയുമ്പോ തന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും എത്തിയോന്ന്. അപ്പോ നമ്മളിപ്പോ പോകുന്നത് മസാല സോഡ കുടിക്കാനാണ്. അങ്ങനെ ഫൈനലി നമ്മൾ പാലക്കാട് എത്തി. ഇതാണ് മസാല സോഡ. ഒരിക്കൽ തൃശ്ശൂർ പൂരത്തിന് പോയപ്പോഴാണോ ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. പിന്നെ ഒത്തിരി പേരുടെ വ്ളോഗും കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്യണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും പറഞ്ഞു മസാല സോഡ. ജോണക്ക് വേണ്ടേ? ഗുഡാണോ? ജോൺ ആക്ച്വലി ഇവിടെ എത്തിയപ്പോൾ നല്ല ഉറക്കായിരുന്നു.
അതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലത്തെ പ്രത്യേകിച്ചൊരു എക്സ്പ്രഷൻ ഒന്നും ജോണിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അവന് ഇഷ്ടമാണ്. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മസാല സോഡയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് എവിടെയാണെന്നറിയാവോ? ഇനി യെസ്, ഇതേതാ പ്ലേസ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആക്ച്വലി നമ്മൾ പാലത്തിൻ്റെ മേളിൽ കയറണം എന്ന രീതിയിലാണ് പോയത്. പക്ഷെ അവിടെ ഗേറ്റ് ലോക്കായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ.